അങ്കിളെ മനസ്സിലായോ എന്നെ? നീ ആ ജോസിന്റെ മോനല്ലടാ? അല്ല, ഞാൻ പീറ്ററിന്റെ മോനാ. ആ പീറ്ററിന്റെ മറ്റേ ഓലിക്കിലെ. അല്ല, കുളങ്ങരയില്. ആ കുളങ്ങരയിലെ പീറ്ററിന്റെ. വാ ഇരിക്ക് വാ. നീ ഇപ്പൊ എന്നടാ കൊച്ചേ പരിപാടി? ഞാൻ MBA കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ ഒരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി. അല്ലേ? അപ്പോ സേവിങ്സ് എല്ലാം സ്വന്തം ബാങ്കിൽ തന്നെ ആയിരിക്കും. സേവിങ്സ് ഒക്കെ കുറെ ഉണ്ട്. പിന്നെ ഒരു വീട് വെച്ചു, ഒരു കാർ വാങ്ങി, ബാധ്യതകളൊക്കെ കുറെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ വീട്ടിൽ. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ പിള്ളേരെ കാണാൻ കിട്ടത്തില്ല. മദ്യപാനവും പോലിയൊക്കെ ആയിട്ട് ഇന്നത്തെ പിള്ളേരെ നശിച്ച് കിടക്കുക. എനിക്കാണെങ്കിൽ മദ്യപാനം എന്നൊക്കെ പറയുന്നത് അറിയാലോ. പിന്നെ ഈ പുകവലി, ഞാൻ അതുകൊണ്ട് തന്നെ വീട്ടിലെ പുകയെടുപ്പില്ല, വിറക് വെച്ചുള്ള, അത് തന്നെ ഈ പുക എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി പുക. അതുകൊണ്ട് ഞാൻ ആ അടുപ്പൊക്കെ കളഞ്ഞു. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റായ സ്ഥിതിക്ക് ഒരു പെണ്ണ് കെട്ടണം. അതെ അതെ, 35 വയസ്സായി കാണുമല്ലേ? 35 അല്ല 35 വയസ്സ്. കുറെ പെണ്ണ് കണ്ടു, ഒന്നും അങ്ങോട്ട് ഒത്തില്ല. അങ്കിളിനൊരു മോളില്ലേ? എനിക്ക് മോളുണ്ട്. ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, നാളെ ഒന്ന് അവളെ അത്യാവശ്യമായിട്ട് കാണാൻ പോകേണ്ട കാര്യമുണ്ട്. അയ്യോ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അവളുടെ കൊച്ചിന്റെ ആദ്യ കുർബാനയാ നാളെ. ആദ്യ കുർബാനയോ? കൊച്ചോ? അവളുടെ കല്യാണം കഴിഞ്ഞോ? എന്താടാ? ഒന്നുമില്ല, ഞാൻ ഒന്ന് വരട്ടെ അങ്കിളെ. അങ്കിളെ, അവക്കൊരു അനിയത്തിയില്ലായിരുന്നു അങ്കിളുടെ ഇളയ മോള്? അവളുടെ കല്യാണം എന്തായി? കല്യാണോ? അവള് +2 പഠിക്കുന്ന കുഞ്ഞല്ലേ? നീ അവളെ എന്തോരം എടുത്തു നടന്നിട്ടുള്ള നിന്റെ കുഞ്ഞനിയത്തി എന്നും പറഞ്ഞോണ്ട്. അനിയത്തി ഇനി പെണ്ണ് ചോദിച്ച് ചെന്ന് കയറാൻ ഈ ഇടവകയിൽ ഒരൊറ്റ വീട് ബാക്കിയില്ല. ജാതി മതം നോക്കിയിട്ടൊരു കാര്യമില്ല. ആ മാധവൻ നായരുടെ വീട്ടിലൊരു പെണ്ണില്ലേ, അതിൻ്റെ കല്യാണം കഴിഞ്ഞാണോ? ചെന്ന് നോക്കാം.